ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് കുഞ്ഞിന് രാത്രിയിൽ ഡയപ്പർ യൂസ് ചെയ്യാമോ, ഡയപ്പർ അണിയിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അപകടമുണ്ടോ, എത്ര നേരം ഇടവിട്ടാണ് കുഞ്ഞിന് രാത്രിയിൽ ഡയപ്പർ ചേഞ്ച് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ക്ഷേമ. ടൈനി ടമ്മീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാത്രിയിൽ കുഞ്ഞിന് നമ്മൾ ഡയപ്പർ യൂസ് ചെയ്യുന്നത് രാത്രിയിൽ കുഞ്ഞ് മലം, മൂത്രം ഇവയൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിന് ഡിസ്കംഫർട്ട് ഉണ്ടാകാതിരിക്കാനും സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആകാതിരിക്കാനുമാണ്. എന്നാൽ രാത്രിയിൽ ഡിസ്പോസബിൾ ഡയപ്പേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ രാത്രി കുഞ്ഞിന് ഡയപ്പർ യൂസ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഡയപ്പർ യൂസ് ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും കുഞ്ഞിന് ഹൈലി അബ്സോർബിൾ ആയിട്ടുള്ള, കുഞ്ഞിന് കറക്റ്റ് സൈസിലുള്ള ഡയപ്പർ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കുഞ്ഞിന് മലം, മൂത്രം ഇവയൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ടുള്ള ഇറിറ്റേഷൻ സ്കിന്നിൽ ഉണ്ടാവുകയും ലീക്കേജ് ഉണ്ടാവാനുമൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. ഇത് കുഞ്ഞിൻ്റെ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യുന്നു. കുഞ്ഞ് ഡയപ്പർ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു 3-4 മണിക്കൂർ ഇടവിട്ട് ഡയപ്പർ ചേഞ്ച് ചെയ്യാനായിട്ട് അമ്മമാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനായിട്ട് പ്രോപ്പറായിട്ടുള്ള ഹൈലി അബ്സോർബിൾ ആയിട്ടുള്ള വെറ്റ്നസ് ഇൻഡിക്കേറ്റർ ഉള്ള ഡയപ്പർ രാത്രിയിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വെറ്റ്നസ് ഇൻഡിക്കേറ്റർ നിങ്ങൾ എപ്പോഴാണ് കുഞ്ഞിൻ്റെ ഡയപ്പർ ചേഞ്ച് ചെയ്യേണ്ടത് എന്ന ടൈമിനെ പറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുകയും കറക്റ്റായ സമയത്ത് മാറ്റാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. ഇല്ല എന്ന് വെച്ചാൽ ഡയപ്പർ ഓവറായിട്ട് ലീക്ക് ചെയ്യുകയും കുഞ്ഞിന് ഇത് ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും കുഞ്ഞ് കരയുകയും കുഞ്ഞിന് ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു. ഇത് അമ്മയെയും ബാധിക്കുന്ന പ്രധാന പ്രശ്നമാണ്. രണ്ടാമത്തേതാണ് പ്രോപ്പറായിട്ടുള്ള സൈസിലുള്ള ഡയപ്പർ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പല അമ്മമാരും അബ്സോർബ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കുഞ്ഞിന് കുറച്ച് വലിയ സൈസിലുള്ള, വലിയ കപ്പാസിറ്റിയുള്ള ഡയപ്പറൊക്കെ യൂസ് ചെയ്യും. ഇത് ഓവറായി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ സൈഡ് വഴി ഈ ഡയപ്പേഴ്സൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് സൈഡ് വഴി ലീക്കേജ് ഉണ്ടാവുകയും മോഷനും ആണെങ്കിലും യൂറിനും ഒക്കെ സൈഡ് വഴി ലീക്ക് ആവുകയും ഇത് കുഞ്ഞിനെ ഇറിറ്റേറ്റ് ആക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇതുവഴി സ്കിൻ റാഷസ് വരാനുള്ള ചാൻസും കൂടുതലാണ്. ഇത് അവോയ്ഡ് ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. മൂന്നാമത്തേത്, കുഞ്ഞിന് ഡയപ്പർ ചൂസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് രാത്രിയാണെങ്കിൽ ടേപ്ഡ് ആയിട്ടുള്ള ഡയപ്പേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. മറ്റ് ഡയപ്പേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിൻ്റെ സൈഡ് വഴി ഇത് ടിയർ ചെയ്തെടുക്കാനും കാല് വഴി ഊരിയെടുക്കുന്നതൊക്കെ സമയത്ത് കുഞ്ഞിനെ ഓവറായിട്ട് സ്റ്റിമുലേഷൻ ആക്കുന്ന ഒരു സംഭവമാണിത്. ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് ടേപ്ഡ് ആയിട്ടുള്ള ഡയപ്പേഴ്സ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നാലാമത്തേതാണ് ഓവറായിട്ട് ടൈറ്റ് ആയിട്ടുള്ള ഡയപ്പേഴ്സ് യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഡയപ്പേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്തും കുഞ്ഞിന് ഓവറായിട്ടുള്ള ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവാനും മോയ്സ്ചർ നിൽക്കുന്നത് വഴി ഡയപ്പർ റാഷ് ഉണ്ടാവാനുമുള്ള ചാൻസ് കൂടുതലാണ്. അഞ്ചാമത്തേതാണ് കുഞ്ഞിന് പല സമയത്തും എപ്പോഴും ഡയപ്പർ യൂസ് ചെയ്യുന്ന സമയത്ത് ഡയപ്പർ റാഷ് ക്രീം യൂസ് ചെയ്യുന്നത് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. പ്രത്യേകിച്ച് സിങ്ക് ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള ഡയപ്പർ റാഷ്. പ്രോപ്പർലി പറയുകയാണെങ്കിൽ സിങ്ക് ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള ഡയപ്പർ റാഷ് കുഞ്ഞിൻ്റെ ഓവറായിട്ടുള്ള സ്കിന്നിന് ഇറിറ്റേഷൻ അവോയ്ഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് അടങ്ങിയിട്ടുള്ള ഡയപ്പർ റാഷ് ക്രീം അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് നല്ലതാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ള സെറ്റാഫിൽ എന്ന ക്രീമാണ്. ഇത് എന്നെ ഒരു പരിധിവരെ ഫംഗൽ ഇൻഫെക്ഷനും ഡയപ്പർ റാഷും ഒന്നും വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതാണോ അഫോർഡബിൾ ആയിട്ടുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നാൽ നിങ്ങൾ ഡയപ്പർ റാഷ് യൂസ് ചെയ്യുന്ന സമയത്ത് ക്രീംസ് എപ്പോഴും എഡ്ജിൽ മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് സ്കിന്നും കുഞ്ഞിൻ്റെ ഡയപ്പറും തട്ടി നിൽക്കുന്ന ഭാഗത്ത് മാത്രം, അല്ലാതെ ഓവറായിട്ടുള്ള ഇടുക്കുകളിലും പ്രൈവറ്റ് പാർട്സിലും ഇത് അപ്ലൈ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ഡയപ്പർ റാഷ് ക്രീം യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു തിന്നായിട്ടുള്ള ലെയർ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഓവറായിട്ടുള്ള ക്രീംസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതും മോയ്സ്ചർ കണ്ടൻറ്റ് ഓവറായിട്ട് ബ്ലോക്ക് ചെയ്യുകയും കുഞ്ഞിന് ഇറിറ്റേഷൻ വരും, അതുപോലെ തന്നെ ഡയപ്പർ റാഷും ഉണ്ടാകാനുള്ള ചാൻസ് ഇത് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഡയപ്പർ റാഷ് ക്രീംസിന് പകരം ബേബി ക്രീംസും ബേബി ലോഷനും ഉപയോഗിക്കുന്നവരാണ് പലരും. അതിന് പകരം ടാൽക്കം പൗഡറും യൂസ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഇത് തികച്ചും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. കാരണം ഡയപ്പർ റാഷ് ക്രീം നമ്മൾ യൂസ് ചെയ്യുന്നത് റാഷസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ബാരിയർ ക്രീംസ് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. രാത്രിയിലുടനീളം നിങ്ങൾ ഡയപ്പേഴ്സ് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ 2-3 മണിക്കൂറിന് ഇടവിട്ട് നിങ്ങൾക്ക് ഡയപ്പർ ചെക്ക് ചെയ്യാവുന്നതാണ്. 3-4 മണിക്കൂർ ഇടവിട്ട് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതുമാണ്. പകൽ സമയത്ത് നിങ്ങൾ ഡയപ്പർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഡയപ്പർ ഫ്രീ ടൈം കുഞ്ഞിന് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ രാത്രിയിലും നിങ്ങൾക്ക് ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഡയപ്പർ ഫ്രീ ടൈം നൽകിയതിന് ശേഷം കുഞ്ഞിന് ഡയപ്പേഴ്സ് അണിയിക്കുന്നതാണ് എപ്പോഴും നല്ലത്.